പറഞ്ഞൊരു വാക്യം, സമസ്ത കേരള ജമിയത്തുലമായുടെ ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്ക് വിരുദ്ധമായി നീക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അത് സാക്ഷാത്കരിക്കപ്പെടാതെ പോയി. പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നയപ്രഖ്യാപനമുണ്ടായി. അതോടുകൂടി എല്ലാ പൊയ്മുഖങ്ങളും പുറത്തുപോയി, വീണുപോയി. എന്താണ് നയപ്രഖ്യാപനം? മുസ്ലിം ലീഗിനെ തറപറ്റിക്കുക. ഇതിന് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ. മുസ്ലിം ലീഗിനെ കേരളത്തിൽ തറപറ്റിച്ച് പിന്നെ ആരും ജയിപ്പിക്കും? നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരെ. അപ്പൊ മുസ്ലിം ലീഗിനെ തറപറ്റിച്ചാൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ വിജയിക്കും. അതാണ് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനുള്ള മാർഗം. ശരീഅത്ത് പ്രശ്നമുണ്ടായ കാലത്ത് ശരീഅത്തിന് വിരുദ്ധമായി നാട് നീള ഓടി നടന്ന് പ്രസംഗിച്ചവർ അവരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് വിജയം ലഭിക്കുന്ന വിധത്തിൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കണമെന്ന് നയപ്രഖ്യാപനം നടത്തി. കവലകൾ തോറും പ്രസംഗിച്ചു, കരഞ്ഞുകൊണ്ട്. എങ്ങനെയാണ് പ്രസംഗിച്ചത്? നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ രാജാവിരാജനായ അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഹൗദുൽ കൗസർ കുടിക്കാൻ കിട്ടുകയില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത്തും വലത്തും വെച്ച് നിൽക്കും. എന്നിട്ട് ആളുകൾ വരുമ്പോ അത് സുലൈമാൻ സേട്ടൊന്ന് കൂട്ടിയ ആളാണ് അവർക്ക് അവർ കൊടുക്കുന്നത്. അധികാരപ്പെട്ടവരുടെ കയ്യിൽ എന്താ പ്രസംഗത്തിന്റെ ശരി. ഇതായിരുന്നു പ്രചാരവേല. മാത്രമല്ല, ലീഗിനാർ കൂട്ടിച്ച പള്ളികൾ, ലീഗിനാർ കൂട്ടിച്ച മദ്രസകൾ ലിസ്റ്റുണ്ടാക്കി ലഘുലേഖണ്ടാക്കി പ്രചരിപ്പിച്ചു. കളവ് മഞ്ചേരിക്കടുത്ത് കടങ്ങണി എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ പള്ളിയും ഇവരുടെ ലിസ്റ്റിലുണ്ട്. ലീഗുകാർ കൂട്ടിച്ച പള്ളിയും പറഞ്ഞു. ഈ ലിസ്റ്റ്, ഈ നോട്ടീസ് അവിടെ വിതരണം ചെയ്തപ്പോ ആ പള്ളി കമ്മിറ്റി കുട്ടികളെ വിളിച്ചു. നല്ല കുട്ടികളെ എന്താണ് കളി ചെയ്യുന്നത്? കിടങ്ങി പള്ളി ഇവിടെ നിലവിലില്ലേ? പള്ളിത്തരത്ത് സാധാരണ പോലെ നടക്കലില്ലേ? എന്താണ് കളി ചെയ്തത്? അവർ കുട്ടി പറഞ്ഞത് എന്താണെന്ന്, ഞങ്ങളുടെ നേതാവ് പറയുകയാണെങ്കിൽ ഈ പള്ളി ഞങ്ങൾ ചുട്ടുകഴിക്കും. വീണാണത് സുന്നത്തുമാർ. ഇതാ സുന്നത്തുമാർ. നുണ തന്നെ പറയാ, തെറി തന്നെ പറയാ.